വഅദിന് വന്നിട്ട് കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ല, അതല്ലെങ്കിൽ വേറൊന്നിനെ ഫലിപ്പിക്കാനല്ല. മനസ്സിൽ ഇഖ്ലാസ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വലുതാവാനുമല്ല, എന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെറുതാവാനുമല്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇരുകൂട്ടർക്കും വലുതാവാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ വഅദിന്റെ മജ്‌ലിസ് നബിയെ നിർത്തല്ല നബിയെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ നബിയെ. അല്ലാഹു റസൂൽ അപ്പ തന്നെ വൈദ്യം മറുപടി പറഞ്ഞു, ഫൽസഫിയോ മെഹല്ല സക്ക വ മുൻതസിറൂ മെഹല്ലഹു. ആ സമയത്ത് ഒരു ഫിലോസഫിയെ പോലെ, ഒരു ലോജിക്ക് പോലെ, ഒരു തത്വശാസ്ത്രജ്ഞനെ പോലെ എന്നാ പറഞ്ഞു, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, നാളെ കയ്യിൽ എന്തെങ്കിലും ഇല്ലാതെ ആ പ്രിയപ്പെട്ട സഹാബത്തിന്റെ കൂടെ എല്ലാവരും അബൂബക്കറിന്റെ പുറകിൽ എന്റെ തൊട്ടടുവയിലെത്തുണ്ട്, എന്റെ ഇടത് ഭാഗത്ത് ഉമറുണ്ട്, എന്റെ പുറകില് ബിലാലുണ്ട്, എന്റെ തൊട്ടു മുമ്പില് ഫാത്തിമയുണ്ട്. ഞാൻ എവിടെയാണ് റസൂലുള്ളാഹ്? ഉടനെ സദസ്സിൽ നിന്നൊരു ചോദ്യം വന്ന്, നബിയേ നബിയേ നബിയേ, അങ്ങയുടെ 2 പെണ്ണുക്കളെ വിവാഹം കഴിച്ച ഞാൻ എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനേ ലികുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്ന വറഫീഖി ഫീഹാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്, സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനേ നീയാണെന്ന്. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനേ നീയാണെന്ന് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹ്. ഇതിനേക്കാൾ വലിയൊരു പദവിയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു പദവിയുണ്ടോ? എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലിരിക്കുമ്പോ ഒരു കൂട്ടുകാരനുണ്ട്. സ്വർഗത്തിലിരുന്ന് സ്വറ പറയാന്, സ്വർഗത്തിലിരുന്ന് തമാശ പറയാന്, സ്വർഗത്തിന്റെ ഭക്ഷണം ഇരുന്ന് ഒരുമിച്ച് കഴിക്കാന് ഉസ്മാനേ 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 റളിയല്ലാഹു അൻഹു നീയാണ് സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരനെന്ന് നബിയുനാ റസൂലുള്ളാഹ്. തോന്നുന്നില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചതും കഷ്ടമായിരുന്നു. ആ വന്ധ്യവയോധികന്റെ വഫാത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ഇൻഷാ അല്ലാഹ് പറയും. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഖുർആൻ സ്തുതിച്ച അടിമ, ഖുർആൻ സ്തുതിച്ച അടിമ, അല്ലാഹു സ്തുതിച്ച അടിമ. ആ അടിമയുടെ മരണം ഏറ്റവും വലിയ മരണമായിരുന്നു, ഏറ്റവും വലിയ മരണമായിരുന്നു. ഖുർആൻ സ്തുതിച്ച അടിമയുടെ 3 സ്വഭാവങ്ങളുണ്ട്. ആ 3 സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് വേണം പിരിയാൻ. ശത ചെയ്യൂലേ? തീരണവരെല്ലാരും ഇരിക്കൂലോ? 10:30 അല്ലേ? ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് 3 ഗുണമുണ്ട്. ഈ 3 ഗുണവും ഇവിടെ നിറങ്ങുമ്പോ നമുക്ക് എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹു മനാക്കി തരട്ടെ. അള്ളാഹു ഈ സദസ്സിൽ വന്നത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് അള്ളാഹു കാരണമാക്കി തരട്ടെ. ഞാൻ ഇത്രയും സ്ലൈഡ് എടുത്തിട്ട് ഇപ്പോഴൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ ഇതെന്റെ ഇഖ്ലാസാണ്, ഇതെന്റെ ആത്മാർത്ഥതയാണ്, ഇവർ ചെയ്യുന്ന സേവനത്തോടുള്ള എന്റെ കടപ്പാട്. ലോകത്ത് ആര് തിരിഞ്ഞു നോക്കാത്തവരെ തിരിഞ്ഞു നോക്കാൻ കണ്ണുണ്ടായവരാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇങ്ങനെ ഒരു സദസ്സിൽ എനിക്ക് നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആളുണ്ടാവും അല്ലേ? സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ഇല്ല മനുഷ്യന്മാരെ, സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ആ നാട്ടിലെ ഏറ്റവും വലിയ സാധുവാരാ? ആ പള്ളിയിലെ മോദി. സാധു സംരക്ഷണ സമിതി മഹല്ലടിസ്ഥാനത്തിലുണ്ട്, ജമാഅത്ത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മഹല്ലിലെ ഏറ്റവും വലിയ സാധുവാരാ? എന്താ മടിയുണ്ട്? ആ മഹല്ലിലെ ഏറ്റവും വലിയ സാധുവാരാ? പള്ളിയിലെ മുക്രിയിലെ ശമ്പളം പറയും. വീട്ടില് മുഹീദ്ദീൻ, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ? റാത്തീബ് നടന്നിട്ട് നമ്മൾ കൈമടക്കി കൊടുക്കുമ്പോ പോലും ഖത്തീബിന് 300, അസിസ്റ്റന്റിന് 200, മുക്രിക്ക്. അപ്പോഴും അയാള് സാധു, അപ്പോഴും അയാള് സാധു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജോലി ചെയ്യുന്നത് വരാ അയാള്. ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആളാരാ? പള്ളിയിലെ മുക്രിയ. പക്ഷേ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന സാധുവും അയാളാണ്. മഹല്ലിന്റെ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുക്കും. ആ സമയത്ത് പള്ളിയിലെ മുഅദ്ദിന് ഒരു വിഹിതം, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ആരാ?
കുടുംബത്തിൽപ്പെട്ട സാധുക്കളെ നമ്മൾ സഹായിക്കുന്നുണ്ടാവും. പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ മക്കൾ എത്ര പേര് കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ അടുത്തടുത്തവിടെ പള്ളിക്കരടുത്തവിടെ വാതിൽ വന്നപ്പോ അവിടുത്തെ ഒരു പാവപ്പെട്ട മൊയില് പിന്നെ 4 സഹോദരിമാരാണ് ഒരേപോലെ കെട്ടിക്കാൻ പ്രായമായി നിന്നു. ഞാൻ എന്നോട് പൈസ പിരിച്ചു അതിനു വേണ്ടി. ഒരു പെൺകുട്ടിയുടെ ജീവിതം അള്ളാഹു ഖൈറിലാക്കി കൊടുത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അന്ന് അതിനു വേണ്ടി സ്വർണത്തിന്റെ വള ഉരുത്തുന്ന സഹോദരിമാരുടെ ആ സദസ്സിൽ പള്ളിക്കരയിൽ നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? സഹോദരങ്ങളെ സഹോദരങ്ങളെ, അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാ, ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാ, ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്ത് പറയാറ് ഈ സദസ്സ് എത്ര കായാലും പിരിയുകയില്ല, കണ്ണീരോടെ അല്ലാതെ കേൾക്കാൻ കഴിയില്ല. പക്ഷേ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും മരുഭൂമിയിലൂടെ യുദ്ധത്തിന് വേണ്ടി പോവുകയാ, യുദ്ധത്തിന് വേണ്ടിയുള്ള സമ്പത്ത് ആർജിക്കുകയാണ്. അവിടെ മുഴുവൻ ക്ഷാമകാലഘട്ടമാ, സഹാബത്തിന്റെ കയ്യിൽ പൈസയില്ല, കച്ചവടമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ തടിച്ചുകൂടിയ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം അനിവാര്യമാണ്. ആരാണ് അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ ആരാ ആദ്യം ഒന്ന് സദഖ ചെയ്യുക? സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നബിയേ, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ, അലയ്യ മിഅതു ബഈരിൻ വഹവാഫിരിഹാ, നബിയേ 100 ഒട്ടകത്തിന്റെ സർവ്വധനവും അതിന്റെ കടിഞ്ഞാനടക്കം അതിന്റെ പട്ടാളക്കാരനടക്കം 100 ഒട്ടകത്തിന്റെ സർവ്വധനവും ഞാനേറ്റു നബിയേ, ഞാനേറ്റു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? രണ്ടാമതും ചാടി എഴുന്നേറ്റ് നബിയേ, ഞാനുണ്ട് നബിയേ, 100 ഒട്ടകത്തിന്റെ ചെലവ് കൂടി ഞാൻ തരാ നബിയേ. 200 ഒട്ടകത്തിന്റെ ചെലവേറ്റെടുത്തു. മൂന്നാമതും ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? മാറി നിന്നില്ല, സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, ഇനി 100 ഒട്ടകത്തിന്റെയും അതിന്റെ ചെലവും 3 പ്രാവശ്യമായി 300 ഒട്ടകത്തിന്റെ ചെലവേറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനെ, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. പണത്തിന് വേണ്ടി ജീവിച്ചതല്ല, സമ്പത്തിന് വേണ്ടി ജീവിച്ചതല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ തൊട്ടടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിലേക്ക് തന്റെ റിസാലത്തിന്റെ കരങ്ങൾ എടുത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാൻ, 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 നീ ഇന്ന് ചെയ്ത ഈ അമലുകൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും 3 പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞണേ, ഇനി നീ മരിക്കുന്നത് വരെ ഒരമലും ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഉറപ്പാണ് ഉസ്മാനെ, ഉറപ്പാണ് ഉസ്മാനെ. ഇനി നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ അമല് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഈ സഹാബി മരിച്ച കഥ നിങ്ങൾക്ക് കേൾക്കണോ? വഫാത്തിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ഇത്രയേറെ കഥയിൽ ഒരു സഹാബിയുടെ മയ്യത്തടക്കം നടന്നിട്ടില്ല. ഖുർആൻ സ്തുതിച്ച അടിമയുടെ കഥയാ ഇത് പറയുക. അല്ലാഹു പറയുന്നു, ഉസ്മാൻ ആരെന്നറിയോ? രഹസ്യമായും പരസ്യമായും, രഹസ്യമായും പരസ്യമായും, രഹസ്യമായും പരസ്യമായും എന്റെ ദീനിന് വേണ്ടി സദഖ ചെയ്തതാണ് എന്റെ അടിമ. ഖുർആൻ സ്തുതിച്ച അടിമ എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാഹ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്ത് പറയുന്നതിന് മുമ്പ്, ഒരു വലിയ കാര്യം പറയുന്നതിന് മുമ്പ് 20-21 തീയതികളിൽ ഈ വരുന്ന ശനി ഞായറും അത് നടക്കുകയല്ലേ? ഈ ആലുവ SP ഓഫീസിന്റെ പുറകിൽ എടയപ്പുറം മൈതാനിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരും ഒഴുകിയെത്തുകയല്ലേ? ഞായറാഴ്ച ഇൻഷാ അല്ലാഹ്
അവസാനം 1,00,000 യാസീൻ ഓതി നമ്മൾ ദുആ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 1,00,000 യാസീൻ സയ്യിദന്മാരി പറയപ്പെട്ട മുഴുവൻ ഇമാമിങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ ഞാൻ ചെയ്യുന്ന സദഖയിൽ ഏറ്റവും നല്ല സദഖ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ നടക്കുന്ന എന്നാലും പട്ടിണി പാവങ്ങളായ ആലിമീങ്ങൾക്ക് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും പ്രതിഫലമുള്ള സദഖയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ കണ്ടെന്നറയിൽ താവൽ ഖദമിന്റെ പരിപാടി നടക്കുമ്പോ, വെളിപ്പാടകര നടക്കുമ്പോ ഈ പാവപ്പെട്ട ആലിമീങ്ങളുണ്ട്. ഇന്നലെ ഒരു മരിച്ചുപോയ ഉസ്താദിന്റെ മകനല്ലേ 50,000 രൂപ കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് പോയടേ. ഒരൊറ്റ സംഘടനകളെ പോലെയല്ല, ആര് തെറ്റിദ്ധരിപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവരുടെ പരിപാടിക്ക് 3ാമത്തെ പ്രാവശ്യം വരുന്നതെന്താ? വല്ലാഹി ഞാനൊരു അവസാന സമയത്തും ഇവരുടെ കൂടെ നിൽക്കുന്നതെന്താ? എല്ലാ റമദാൻ 29-ാം രാവിലും കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും ഖുർആൻ ഓതിയിട്ട് ഒരുമിച്ചിരുന്ന് ഖത്തമോദി ദുആ ചെയ്യുന്ന, തങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടി, സഹകരിച്ചവർക്ക് വേണ്ടി റമദാൻ 29-ാം രാവിലെ ഈ മുഴുവൻ ഇമാമിങ്ങളും ഹാഫിദീങ്ങളും ഒരുമിച്ചിരുന്ന് ഖത്തമോദിയിട്ട് ദുആ ചെയ്യുന്ന ഒരു ഏക സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് സഹോദരങ്ങളെ ഈ പാവങ്ങളെ നടത്തുന്ന ദഅവത്തുൽ ഖദമ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു റിവായത്ത് ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാനും കൂടി മദീനത്തെ ഒരു ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ ആ വാതിൽ ഇങ്ങനെ കാവലി നിൽക്കുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് വഹി വന്നതുപോലെ, മണിനാദം വന്നതുപോലെ, ജിബ്രീലിന്റെ വഹി വന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയുകയാണ്, ഏ ബിലാലേ, ഏ ബിലാലേ, ഏ ബിലാലേ, ഇപ്പോൾ ഒരാള് നിന്റെ വാതിലിന്റെ തൊട്ടടുക്കൽ വരും. അയാൾക്ക് വേണ്ടി ഇഫ്തഹുലഹു ബാബ, അയാൾക്ക് വേണ്ടി നീ വാതില് തുറന്നു കൊടുക്കുക. വബശ്ശിറുഹു ബിൽ ജന്ന, എന്നിട്ട് സ്വർഗത്തെ കൊണ്ട് സന്തോഷമായിട്ട് അറിയിക്കുക. ഞാൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ സമയത്താരാ വാതില് വരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാരാ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു വാതില് മുട്ടി, വാതില് തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സ്വർഗത്തിന്റെ വാർത്തറിയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ശ്രദ്ധിച്ച് കേൾക്കണേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ചാരത്തിലുണ്ട്. കുറെ കഴിയുമ്പോൾ വീണ്ടും നബിതങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഇനിയും ഒരാൾ വാതിൽക്കൽ വരും. അയാൾ വാതിൽ മുട്ടുമ്പോ തുറന്നു കൊടുക്കുക. വബശ്ശിറുഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം അയാൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെ നിന്നോ ശരീരി വന്നതുപോലെ, അതിന്ദ്രിയത്തിന്റെ ജ്ഞാനം വന്നതുപോലെ, ഏതോ ആത്മാവിന്റെ കവാടം തുറന്നതുപോലെ റസൂലുള്ള ശൂന്യതയിലേക്ക് നോക്കിയിട്ട് പ്രവചിക്കുകയാണ്, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, പ്രവചനങ്ങളുടെ സുൽത്താനെ, കിടക്കാത്ത വചനമേ, നബി മുഹമ്മദ് മുസ്തഫ हमने हो गई पुष्टि फल के इस ताइरे जमीन से. ഈ ഭൂമിയുടെ തന്നെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന പ്രവാചകരെ, ആ സമയത്ത് വാതിലൊരു മുട്ടുകേട്ടു. ഞാൻ പോയി സ്വർഗം കൊണ്ട് സന്തോഷവാർത്തറിയിക്കപ്പെട്ട ഓ മനുഷ്യനാണെന്നറിയാന് വാതിൽ തുറക്കുമ്പോ ഫൈദാഹിയ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. ഉമറേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നേരെ വന്ന റസൂലുള്ളാഹിയുടെ ഇടത് ഭാഗത്തിരുന്നു. മൂന്നാമത് നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. അത്ര കുറെ നേരം കഴിഞ്ഞു. അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഈ മദീനത്തെ ഈത്തപ്പഴ തോട്ടത്തിന്റെ വാതിൽ ഇനി ഒരാൾ വന്ന് മുട്ടും. അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം. മൂന്നാമന് വേണ്ടി വബശ്ശിറുഹു ബിൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു വാക്ക് കൂടി കൂടുതൽ പറഞ്ഞു, അലാ ബൽവാ തുസീബുഹു, അലാ ബൽവാ തുസീബുഹു, അലാ ബൽവാ തുസീബുഹു. ഇനി ആ
മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു മഹാപരീക്ഷണത്തിന്റെ പേര് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വാക്ക് പറഞ്ഞില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. ഇനി മൂന്നാമത് വരുന്ന ആൾ, അയാൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ അയാൾ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വരും. ഇതാരെന്നറിയാൻ ഞങ്ങൾ കാത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ പരീക്ഷണം കിട്ടുന്നത് ആർക്കാ? പൊന്നു ചെറുപ്പക്കാരെ, പരീക്ഷണത്തിന് തളരരുത്. ജീവിതം പരീക്ഷണമാണ്, ജീവിതം പരീക്ഷണമാണ്. ഏത് പരീക്ഷണം വന്നാലും തിരമാലകളുടെ മുകളിലൂടെ നടക്കുന്ന മുക്കുവനെ പോലെ പ്രതിബന്ധമെന്നുവന് ആത്മശക്തി തുഴയുന്നു ഞാൻ എന്റെ ജീവിത വഞ്ചി എന്ന് പാടി തിരമാല തുഴയുന്ന മുക്കുവനെ പോലെ ഏത് പ്രതിസന്ധി വന്നാലും, കടബാധ്യത വന്നാലും, രോഗം വന്നാലും അല്ലാഹുവോട് പറയണ സ്വർഗം തരണേ അല്ലാ. ആരെന്നറിയാൻ കാത്തു നിന്നു. സന്ദർഭോചിതമായിട്ട് പറയുകയാണ്, പരീക്ഷണത്തിന് പതറരുത്, പ്രയാസത്തിന് ദുഃഖിക്കരുത്, കണ്ണുനീരൊഴുകരുത്, കഥനം പറയരുത്, കഥനങ്ങളിൽ മുടുകരുത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന പാഠമാണ്. ആ സമയത്ത് വാതിലൊരു മുട്ടുകെട്ട്, ഞാൻ പോയി വാതിൽ തുറക്കുമ്പോ ആ സമയത്തതാ ഫൈദാഹിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഫൈദാഹിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അലാവാദലക്കള് പുഞ്ചിരിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ, ഖുർആൻ സ്തുതിച്ച് അടിമ നിൽക്കുകയാ. ഫമർ റസഖനാഹു മിന്നാ റിസ്ഖൻ ഹസനാ വഹിയസ്മുൽഫികു മിൻഹു വസിറൻ വജഹറാ. അടിമ വന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, ഇവിടേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനേ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ 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 നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം വരാനുണ്ട്. അത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, നബിയേ ഏത് പരീക്ഷണം വന്നാലും കുഴപ്പമില്ല, തവക്കൽതു അലല്ലാഹ്. എന്തേ മക്കളെ പറയാൻ കഴിയുന്നില്ല? ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും പെങ്ങളെ തവക്കൽതു അലല്ലാഹ്. കടൽ മാലകൾ വീറിയിട്ട് നടന്നു പോയാലും തിരക്കടയിലുണ്ട്. ഏറ്റവും വലിയ ആടിക്കടലിന്റെ മധ്യത്ത് പോയപ്പോ കൊതുമ്പ് വെള്ളം തകർന്നു പോയിട്ട് ഈ തിരമാലകളുടെ ഇടയിൽപ്പെട്ട് ചാടിയാലും പറയണം തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. ആ പ്രയാസത്തിന്റെ സമയത്ത് നബിയേ എനിക്ക് അല്ലാഹു തവക്കുലുണ്ട് നബിയേ, അല്ലാഹ് തവക്കുലുണ്ട് നബിയേ, അല്ലാഹ് തവക്കുലുണ്ട് നബിയേ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആ പ്രയാസം വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ രക്തത്തുള്ളി തെളിച്ച ആയത്തേടാ ഫസയക്ഫീകഹുമുല്ലാഹ്. ആ മുസീബത്ത് വരുമ്പം അള്ളാഹ് എനിക്ക് കൂട്ടുണ്ട്. അതുകൊണ്ടാണ് വഫാത്തായപ്പോ രക്തത്തുള്ളി തെറിച്ച ആയത്തേതാ ഫസയക്ഫീകഹുമുല്ലാഹ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വന്ന ഏറ്റവും വലിയ മുസീബത്തേടാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാവുക. ഇസ്ലാമിക സമൂഹം രണ്ട് ചേരിയായി, പരസ്പരം വാളും വെട്ടലുമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായില്ലേ? എന്റെ സമുദായത്തോട് കൽബിൽ തൊട്ടിട്ട് ഞാൻ പറയുകയാണ്, പൊന്ന് സമുദായമേ, ഈ ചേരിപ്പോര് നല്ലതല്ല, ഈ ചേരിക്കുത്ത് നല്ലതല്ല, ഈ ഫ്ലെക്സ് കീറല് നല്ലതല്ല, ഈ പള്ളി നശിപ്പിക്കല് നല്ലതല്ല, ഈ ഹൗദിന് മരം കലക്കല് നല്ലതല്ല. ഈ സമൂഹത്തിന്റെ ആഭ്യന്തര കുഴപ്പമാണ്. ഈ സമുദായത്തെ നശിപ്പിച്ചതെങ്കില് അറിവുള്ളവരോട് ഇല്ലാത്തവരോട് ഞാൻ പറയുകയാണ്, ഈ തൊഴിൽ കുത്ത് അവസാനിപ്പിക്കണം, ഈ മത്സരം അവസാനിപ്പിക്കണം എന്ന് പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ഈ ഉമ്മത്ത് നിങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തആവുൽ ഖദമിന്റെ ബസീറത്തുള്ള പണ്ഡിതന്മാര് പലരും കുത്തിയപ്പോഴും തവക്കൽതു അലല്ലാഹ്. ഈ സമുദായം മറുപടി കേൾക്കാമെന്നതല്ല, പരിഹസിക്കാമെന്നതല്ല, പടച്ചറപ്പല്ലേ കൽവറിയുന്നവൻ, പടച്ചറപ്പല്ലേ നമ്മളെ
അറിയുന്നവന്. അതുകൊണ്ടാണ് ഇവര് ക്ഷമയുടെ പാതയിലേക്ക് പോയത്. പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ. ഈ വരുന്ന സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രസ്ഥാനത്തോട് അലിവ് തോന്നിയില്ലേ? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ചുരുക്കി ഞാൻ പറയുകയാണ്, ആഭ്യന്തര കുഴപ്പമുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. വീട്ടു തടങ്കലിലാക്കി ഊരി പിടിച്ച വാളുമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിന് കാവൽ നിന്നു എതിരാളികൾ. ഒരു തുള്ളി വെള്ളം അകത്തേക്ക് പോകുന്നില്ല, ഒരു തുള്ളി വെള്ളം അകത്തേക്കില്ല, ഒരൽപ്പം ഭക്ഷണം പോലും അകത്ത് കിടക്കാൻ കഴിയില്ല. ഭാര്യ മക്കള് മുഴുവനും പട്ടിണിയിലാണ്. ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഖുർആൻ ഓതുകയാ. വെള്ളിയാഴ്ച ഖതീബ് ഓതാറില്ലേ? ജാമിഉൽ ഖുർആൻ കാമിലുൽ ഹയാ والإيمان أمير المؤمنين سيدنا عثمان بن عفان جميع القرآن أنفق مالا كثيرا كثيرا عثمان ذو النورين عنه رضي الله. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പാണ്. അസറിന്റെ സമയമായി. സഹോദരങ്ങളെ, നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. അസർ നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ കിടന്നങ്ങട് മയങ്ങിപ്പോയി. നോമ്പ് തുറക്കാൻ സമയമായി. മയക്കത്തിലാണ്. ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല. ശത്രുക്കളെ കാത്തു നിൽക്കുകയാണ്. ആ മുസല്ലയിൽ കിടന്ന് മയങ്ങുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. ആരെയെന്നറിയോ? ആരെയാ സ്വപ്നം കാണേണ്ടത്? ആരെയാ? സൽമാൻ ഖാനെയാണോ? ലോകത്തിലെ 4ാമത്തെ ഹാൻസം? ആമിർ ഖാനെയാണോ? സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാടപ്രാവിന്റെ മുട്ടയുടെ വലിപ്പം പോലെ ഈ തോളത്തൊരു ഖാതമുൻ നുബുവത്തിന്റെ അടയാളമായി, മദീനയുടെ പച്ചക്കുപ്പയുടെ ആശ്ലേഷണമായി, അതാ ഫാത്തിമ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ പരിരംഭണമായി റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു കേക്ക്. നല്ല ഒരു സദക്കയും അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. റസൂലുള്ള സ്വപ്നത്തിൽ കാണുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവര് 3 പേര് സ്വർഗ്ഗത്തിലെ ഭക്ഷണം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാൻ പട്ടിണിയാണ് ഉസ്മാൻ? അതെ നബിയേ, നോമ്പ് തുറക്കാൻ പച്ചവെള്ളമില്ല ഉസ്മാൻ. ഇല്ല യാ റസൂലല്ലാഹ്. എന്നാൽ ഞങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലിരുന്ന് നോമ്പ് തുറക്കാൻ വരുന്ന ഉസ്മാൻ വരുന്ന നബിയേ. എന്നാ നാക്ക് തുറന്ന ഉസ്മാൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ കിടന്ന് വാ തുറന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് സ്വർഗ്ഗത്തിന്റെ ജലത്തുള്ളി താഴോട്ടൊഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചുണ്ട് നനച്ചു. മസ്ജിദ് നബവിയിൽ മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വാരി കോരി കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്ത് മണരാരണ്യത്തിലൂടെ പോകുമ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ വിശക്കുമ്പോ ആ സമയത്ത് ജൂതം വെള്ളം കൊടുക്കാതിരിക്കുമ്പോ ആരായി കിണർ വാങ്ങിച്ചു തരിക? ഞാൻ തരാം നബിയേ. ഇന്നും ആ കിണർ മദീനത്തിന്റെ പേര് റൂമാ. ഇന്നും ആ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്ത കിണർ ഇന്നും ഈ സദഖയുടെ പര്യായം പോലെ ഭൂമിയിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന ഒരേ ഒരു മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ.